ശരത് ഇസ്രായേലിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ സ്റ്റുഡൻസ് വിഭാഗം അങ്ങ് സ്റ്റുഡിയോ ബഹിഷ്കരണമായിട്ട് വന്നത്. എന്തായാലും ജമാഅത്തേക്കാരുടെ കൂടെ ചേർന്നുകൊണ്ട് ഞാൻ ഇന്നലെ സ്റ്റുഡിയോയിൽ പോയി 2 ജീൻസും 3 ഷർട്ടും ഒക്കെ മേടിച്ച് ഒരു ചെരുപ്പും ഒക്കെ മേടിച്ച് ബഹിഷ്കരണത്തിൽ പങ്കാളിയായി ശരത്. എന്തായാലും ഞാൻ ഇന്നലെ ചെന്നപ്പോ എനിക്ക് ബില്ലടിക്കാൻ തന്നെ ഒരുപാട് സമയമെടുത്തു. നല്ല തിരക്കാണ് സ്റ്റുഡിയോയിൽ. മറുനാടൻ എക്സ്ക്ലൂസീവ് ചാനലിൽ ഇന്നലെ നമ്മുടെ റിപ്പോർട്ടർ പീയൂഷ് ഒരു വീഡിയോ ചെയ്തിട്ടിട്ടുണ്ട്. സ്റ്റുഡിയോ ഔട്ട്ലെറ്റുകളിൽ പോയി ആളുകളുടെ റിവ്യൂ എടുക്കുന്ന ഒരു വീഡിയോയിൽ. അപ്പോൾ അതില് ഈ പറഞ്ഞ പോലെ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളുണ്ട്. പെരുന്നാൾ ഷോപ്പ് ചെയ്യുന്ന ആൾക്കാരാണ്. അതിനകത്തൊക്കെ ചോദിക്കുന്ന ആൾ സ്റ്റുഡിയോയിൽ എത്ര നാളായി? ഞങ്ങൾ വർഷങ്ങളായിട്ട് സ്റ്റുഡിയോയിൽ നിന്ന് ഡ്രസ്സ് എടുക്കുന്ന ആളുകളാണ്. അഫോർഡബിൾ ആണ്. ബഹിഷ്കരണത്തെക്കുറിച്ച് അറിഞ്ഞോ? എന്ന് ചോദിക്കുമ്പോൾ ബഹിഷ്കരണത്തെക്കുറിച്ച് അറിഞ്ഞു. സത്യത്തിൽ ഇപ്പൊ അല്ലേ മൈലേജ് കിട്ടിയേ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. അതിൽ 1, 2 പേര് ബഹിഷ്കരണം എന്ന് കേട്ടതുകൊണ്ട് മാത്രം ഔട്ട്ലെറ്റിൽ വന്ന ആളുകളുണ്ട്. ഞാൻ ഇന്നലെ തിരുവനന്തപുരത്തെ സുഡിയോയിലാണ് പോയത്. അപ്പോ എന്തായാലും വളരെ ഹാപ്പി ആയിരുന്നു. പോയി പർച്ചേസ് ഒക്കെ ചെയ്തു. പക്ഷേ ഇതിനകത്ത് എനിക്ക് സങ്കടകരമായ ഒരു കാര്യം ബഹിഷ്കരണ പരിപാടികളൊന്നും ഏറ്റില്ലെങ്കിലും ഒരു മതക്കാർഡ് ഇറക്കിയിട്ടുണ്ട് എസ്ഐ. അതെ. മുസ്ലിങ്ങളുടെ ബഹിഷ്കരണ ആഹ്വാനമായതുകൊണ്ടാണ് പരിഹസിക്കപ്പെടുന്നത് എന്നൊരു കാര്യം കൂടി പറയുന്നുണ്ട്. എന്താണ് ശരത് സ്റ്റുഡിയോയിൽ എപ്പോഴാണ് പോകുന്നത്? ഞാൻ സ്ഥിരം എടുക്കാറുള്ളതാണ്. അവിടെ ഉം. നമുക്കറിയാം. അതിനകത്ത് നമ്മള് ഈ ചോരക്കറ മണക്കോ അതോ ഇനി അവരുടെ ടാറ്റയുടെ ആണോ എന്നൊന്നും നോക്കിയിട്ടില്ല. ഉം. അതൊക്കെ എനിക്ക് തോന്നുന്നു ഭൂരിപക്ഷം ആൾക്കാരും അതൊന്നും അറിഞ്ഞുകൊണ്ടായിരിക്കില്ല. അവരെ ഉം. സംബന്ധിച്ചിടത്തോളം വിലക്കുറവിൽ നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ കിട്ടുന്നെങ്കിൽ സ്റ്റുഡിയോയിൽ പോകുന്നതിൽ തെറ്റില്ല എന്ന് വിചാരിക്കുന്നവരാണ് ഇവിടെയുള്ളവരും. ഉം. അതായത് നമുക്കതിന്റെ ഉദാഹരണം മനസ്സിലാക്കണമെങ്കിൽ സ്റ്റുഡിയോ ഔട്ട്ലെറ്റുകളിൽ പോയാൽ തന്നെ മനസ്സിലാവും. അവിടെ കേറുമ്പോൾ തന്നെ ഉള്ളൊരു അവര് ഉം. കൊണ്ടുവരുന്ന ഒരു രീതി. അതെല്ലാം തന്നെ നമ്മളെ ആകർഷിക്കുന്ന ഒരു കാര്യമാണ്. അതായത് പോയവരെ വീണ്ടും എത്തിക്കാനുള്ള ഉം. കഴിവും അവർക്കുണ്ട്. അതായത് നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് അവിടെ പോകുമ്പോഴത്തേക്കും ഡിസ്കൗണ്ട് എന്നുള്ളൊരു ഓപ്ഷനേ അവിടെ അതിനകത്ത് കാണില്ല. ഉം. ഉള്ള വില അവിടെ എഴുതിക്കും. അതെ. പക്ഷെ ആ വില നമ്മൾ ആ ഡ്രസ്സ് എടുത്ത് നോക്കുമ്പോൾ അതിന്റെ ക്വാളിറ്റി മനസ്സിലാവും. അതിനേക്കാൾ ഒരുപാട് വില. ഇപ്പൊ 299 രൂപയുടെ ഒരു സാധനം അവിടുന്ന് എടുക്കുകയാണെങ്കിൽ പുറത്തുനിന്നാണെങ്കിൽ 1500 രൂപയുടെ സാധനത്തിന് ഒരു ക്വാളിറ്റി ഉണ്ട്. അതെ. അപ്പൊ അങ്ങനെയാണ് അവര് ഇതിനകത്ത് ആളുകളെ കൊണ്ടുവരുന്നത്. അതിന്റെ പ്രധാന കാരണം ഇവർ പരസ്യം ചെയ്യുന്നില്ല. ഉം. പരസ്യം ചെയ്യുന്നതിന്റെ പണം കൂടി അവർ ഇതിനകത്തേക്ക് മാറ്റി വെക്കുകയാണ്. അതായത് അതും കൂടെ ഈ ഇൻവെസ്റ്റ് ഉം. ജനങ്ങൾക്ക് ഉപകാരപ്പെടട്ടെ എന്നുള്ള രീതിയിലാണ് വരുന്നത്. മാത്രമല്ല അതിന്റെ ഉദ്ദേശ ലക്ഷ്യം കൃത്യമായിട്ട് മനസ്സിലാക്കിയതിന് എല്ലാവർക്കും മനസ്സിലാവും. സിമോൺ ടാറ്റ, അതായത് രത്തൻ ടാറ്റയുടെ അമ്മയുടെ ഒരു ആശയമായിരുന്നു. വെസ്റ്റ് സൈഡ് പോലെ ഒരു വലിയ ബ്രാൻഡ് ഉം. തുടങ്ങിയിട്ട് സാധാരണക്കാർക്ക് അതിനകത്ത് കയറാൻ പറ്റുന്നില്ല. ബോളിവുഡ് സുന്ദരികൾ മാത്രമാണ് അത് ഉം. ഒരു സമയത്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ സാധാരണക്കാർക്കും കൂടെ വേണ്ടിയാണ് സ്റ്റുഡിയോ കൊണ്ടുവരുന്നത്. അത് ചരിത്രപരമായ ഒരു തീരുമാനമായിരുന്നു. അത് കേരളത്തിൽ വന്നപ്പോഴും നമ്മൾ നോക്കുക, വലിയ രീതിയിലുള്ളൊരു ഉം. ഇമ്പാക്റ്റ് ആയിരുന്നു കിട്ടിയത്. 2016 സ്റ്റുഡിയോ ആദ്യമായിട്ട് ബംഗളൂരുവിലാണ് തുടങ്ങിയെന്ന് തോന്നുന്നു. ഉം. കേരളത്തിൽ വന്നപ്പോഴും ഒരിക്കലും നമ്മൾ ആരും അറിഞ്ഞില്ല എന്താണ് സ്റ്റുഡിയോ. നമ്മൾ ഉം. നോക്കുമ്പോഴത്തേക്കും ഒരു കറുത്ത ബാക്ക്ഗ്രൗണ്ടിൽ വെളുത്ത ഇതിലൂടെ ആ. സ്റ്റുഡിയോ എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നീട് മൗത്ത് പബ്ലിസിറ്റി ഏറ്റവും കൂടുതൽ വർക്കൗട്ട് ആയത് ഉം. ഇങ്ങനെയായിരുന്നു. അതായത് ഇപ്പോൾ ഞാൻ പോയി എനിക്ക് ഞെട്ടിപ്പോയി. ഞാൻ ഇങ്ങനെയൊക്കെ ഇത്രയും വിലക്കുറവിൽ ഇങ്ങനെ കിട്ടുമോ? അപ്പൊ ഞാൻ മറ്റു സുഹൃത്തുക്കളോട് ഉം. പറയും. സുഹൃത്തുക്കൾ അവരുടെ വീട്ടുകാരോട് പറയണം. വീട്ടുകാർ അങ്ങനെ മൊത്തത്തിൽ അങ്ങനെ ജനകീയമായ ഒരു ഷോപ്പാണ് ഉം. സ്റ്റുഡിയോ. അപ്പോൾ അതിന്റെ ഉദ്ദേശ ലക്ഷ്യം എന്താണ് സാധാരണക്കാർക്ക് മനസ്സിലാവും. പിന്നെ ഇതിനകത്ത് അഫോർഡബിൾ റേഞ്ചിൽ ഒരു അഫോർഡബിൾ ലക്ഷറി ലക്ഷ്വറി പർച്ചേസ്. അതുകൊണ്ടാണ് നമ്മൾ അതിനകത്ത് പോകുന്നത്. അവിടെ നമുക്ക് ഇതിനകത്ത് ഈ കൂടുതൽ ആഴത്തിൽ ചിന്തിക്കാനൊന്നുമില്ല. നോക്കുമ്പോഴത്തേക്കും നല്ല കച്ചവടമുണ്ട്. മാത്രമല്ല ഒരാവശ്യം ഇല്ലാണ്ട് ഇതിനകത്ത് കൊണ്ടുവരുന്നു. ഇപ്പോൾ അതൊന്ന് അണങ്ങി നിൽക്കുന്നു. ഉം. ജനങ്ങളൊക്കെ വലിയ രീതിയിൽ അതിനകത്ത് സോഷ്യൽ മീഡിയയിലെല്ലാം കൂടെ കണക്കറ്റ് പരിഹസിക്കുന്നുണ്ട്. അതതിന്റെ മെയിൻ ആള് വന്ന് പറയുന്നു. SIOയുടെ നേതാവിൽ വന്ന് പറയുന്നു. അത് നേരത്തെ മഞ്ജുഷ പറഞ്ഞ പോലെ തന്നെ അത് മുസ്ലിം വിഭാഗക്കാരുടെ ആയതുകൊണ്ടാണ് ഇങ്ങനെ അപ്പോഴും അവിടെ ഒരു കാർഡിറക്കി തിരിച്ച് അതിനകത്ത് ആ വിഭാഗത്തിലുള്ളവർ തന്നെ കൃത്യമായിട്ട് പറഞ്ഞു. നമുക്ക് ഏറ്റവും അനുയോജ്യമായത് നമ്മളെ സ്വാതന്ത്ര്യമാണ്. ഇപ്പൊ ഷോപ്പിംഗ് നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഉം. മാത്രമല്ല ഇങ്ങനെ ഒരു ആഹ്വാനത്തിലൂടെ ഉണ്ടാവുന്നത് എന്താണ്? ഈ 300-400 രൂപയ്ക്ക് സ്റ്റുഡിയോന്ന് എടുക്കുന്ന ഒരു ഡ്രസ്സ് മറ്റൊരു സ്ഥാപനത്തിൽ പോയി ഇപ്പം നമുക്കറിയാം വേറൊരു സ്ഥാപനം ഇന്ത്യൻ സ്ഥാപനം തന്നെ ആയിക്കോട്ടെ. ഒരു സ്ഥാപനത്തിൽ പോകണമെങ്കിൽ 1500 വരെ കൊടുക്കേണ്ട ഒരു അവസ്ഥയാണ്. ഉം. അപ്പോൾ പൊതുവെ അവിടെ നഷ്ടം ഉണ്ടാകുന്ന ഈ SIO ചെലവിന് കൊടുക്കും ഇവർക്ക് ബാക്കി. അപ്പൊ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കൂടി നോക്കേണ്ടത്. അപ്പൊ ആളുകളെ ഇങ്ങനെ ഒരു രീതിയിലേക്ക് പറഞ്ഞല്ല ഉം. കൊണ്ടുവരണം. അവർക്ക് അങ്ങനെ തോന്നിയെങ്കിൽ അവരായിട്ട് വരാതിരിക്കട്ടെ. അതല്ലേ എനിക്ക് വേണ്ടത്. എനിക്ക് ചോദിക്കാനുള്ളത് ജമാഅത്തേക്കാർ ഈ പറഞ്ഞതുപോലെ കശ്മീരിലെ പഹൽഗാം അറ്റാക്കിൽ ഏത് ബ്രാൻഡിനെയാണ് ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്തതെന്നൊരു ചോദ്യം എനിക്ക് ഇവരോടുണ്ട്. ഉം. ആ സമയത്ത് ഇവർ നിശബ്ദരായിരുന്നു. 2023 ഒക്ടോബർ 7 ഇസ്രായേലിനെ ഹമാസ് ആക്രമിച്ചപ്പോൾ ആരോടാണ് ഏത് ബ്രാൻഡിനെയാണ് ഈ ജമാഅത്തെ ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്തത്? ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ജമാഅത്തേക്കാരെ കാണുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളത് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കണം. അപ്പോഴാണ് ഇവരുടെ സ്റ്റാൻഡ് ഏത് സ്റ്റാൻഡാണെന്ന് മനസ്സിലാവുന്നത്. നോക്കൂ ടാറ്റയോട് നമുക്ക് എതിർപ്പുണ്ടെങ്കിൽ ബഹിഷ്കരണ ആഹ്വാനമൊക്കെ കൊടുക്കുന്ന സമയത്ത് ടാറ്റ ഇന്ത്യക്ക് കൊണ്ടുവന്ന് കൊടുത്തിട്ടുള്ളൊരു മാറ്റത്തിന്റെ ഒരു വിപ്ലവമുണ്ട്. അത് ഉപ്പ് തൊട്ട്
കർപ്പൂരം വരെ എന്ന് പറയുന്ന രീതിയിൽ എല്ലായിടങ്ങളിലും ഉപ്പ് തൊട്ട് ഏവിയേഷൻ ഏരിയയിൽ വരെ മാത്രം ടാറ്റയുടെ ഇൻവെസ്റ്റ്മെന്റ് ഇന്ത്യയുടെ നട്ടലായ ടാറ്റ ഗ്രൂപ്പിനെ ഏഹ്, അങ്ങ് അവഹേളിക്കുക എന്നൊരു രീതിയിലേക്ക് മാത്രമായി ഇത് ഒതുങ്ങിപ്പോകുന്ന ഒരു കാര്യം. മാത്രമല്ല ഒരുപാട് ബ്രാൻഡുകൾ ഇവര് എന്ത് ചെയ്യുന്നുണ്ട്, ഒഴിവാക്കാൻ വേണ്ടി പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവർ ഈ പോസ്റ്റുകളൊക്കെ ഇടുന്ന ഫേസ്ബുക്ക് ഇവർ ഒഴിവാക്കണം. ജൂതന്റെയാണ് ഫേസ്ബുക്ക് എന്നുള്ളതാണ്. ഇങ്ങനെയാണെങ്കിൽ ഇവർ ഒഴിവാക്കേണ്ടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ അടിസ്ഥാനമൊന്നുമില്ല. എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയണം. പെരുന്നാളാകുമ്പോൾ ഞങ്ങൾ ഇവിടെ ഉണ്ടേ, ഞങ്ങളുടെ അറിയിക്കാൻ വേണ്ടി ഒരു പ്രസൻസ് അറിയിക്കാൻ വേണ്ടി എഴുതി. ഞാൻ പറയുന്നത് നിങ്ങള് ഇങ്ങനെ മാത്രം പഠിച്ചാൽ പോരാ. കുറച്ച് തറവായി പഠിക്കണം. ബോയ്ക്കോട്ടിന് 2 ടീ ഉണ്ട്. 1 ടീ മാത്രമാണ് നിങ്ങൾ ചിലയിടങ്ങളിൽ ഇട്ടിട്ടുള്ളത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പരിഹരിച്ച് വേണം അടുത്ത പ്രതിഷേധ ആഹ്വാനം നടത്താൻ. എന്തായാലും ഞാൻ പോയപ്പോഴും ഈ കേരളം ഇതിനെ എടുക്കുന്ന ഒരു രീതിയുണ്ട് ശരത്ത്. എനിക്ക് അതിലാണ് ഭയങ്കര അഭിമാനമുണ്ട്. മറ്റെവിടെയെങ്കിലും ഇത് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടോ നമുക്ക് അതിന്റെ ഗ്രൗണ്ട് റിയാലിറ്റി അറിയില്ല. വാർത്തകളിൽ കൂടി മാത്രമാണ് മനസ്സിലാവുന്നത്. പക്ഷേ കേരളത്തിന്റെ പരിസരത്തിലേക്ക് വരുമ്പോൾ കേരളത്തിലെ ആളുകൾ അതിനെയൊക്കെ ഇഗ്നോർ ചെയ്ത് ഓരോന്നിനും അതിന്റെ മെറിറ്റിൽ മാത്രം കണ്ടിട്ടുണ്ട്. പക്ഷെ അതേ സമയത്ത് ചിലപ്പോൾ ഫലസ്തീനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന ആളുകൾ ഉണ്ടാവാം. അവര് തന്നെ ഈ പറഞ്ഞതുപോലെ സുഡിയോയിലും പോകുന്നുണ്ടാവാം. ഇങ്ങനെയുള്ള എന്തുകൊണ്ടാണ് ജമാഅത്തിനെയും SDPIനെയും SIനെയൊക്കെ നമ്മൾ ഒരു മാറ്റി നിർത്തിയിരിക്കുന്നത്, സൈഡിലാക്കി വെച്ചിരിക്കുന്നത് കേരള സമൂഹം എന്ന ചോദ്യത്തിന് കേരളത്തിലെ ആളുകൾക്ക് ഒരു പരിധി വരെ ബുദ്ധിയുള്ളത് അല്ല, കൊണ്ടാണെന്നൊരു മാത്രമല്ല മറ്റൊരു കാര്യം കൂടെ ഇവര് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അത് എത്ര പേർക്ക് അറിയാമോ എന്ന് എനിക്കറിയില്ല. ടാറ്റ തന്നെ ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. ഗാസയിലടക്കം അത് നീളുന്നുണ്ട്. അതായത് ഇവിടുത്തെ സൗജന്യമായിട്ടുള്ള ഭക്ഷണം നമ്മളും പല രീതിയിലും കൊടുക്കുന്നു. നമുക്കറിയാം പാർലേജി അടക്കമുള്ള സാധനങ്ങളൊക്കെ അവിടെ ഇതാണ്. ഇവിടെയൊക്കെ നമുക്ക് സുലഭമായി കിട്ടുന്ന അവിടെ കിട്ടാക്കനി എന്ന രീതിയിലാണ് പോകുന്നത്. എങ്കിലും ഞാൻ പറഞ്ഞ പോലെ തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ടാറ്റയുടെ അത് ഇവിടെ മാത്രമായിട്ട് ഒതുങ്ങുന്നില്ല. പിന്നെ ഒരു ബിസിനസ് ആവുമ്പോൾ ബിസിനസിന് അങ്ങനെയാണെങ്കിൽ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിനെ സപ്പോർട്ട് ചെയ്തിരുന്ന അല്ലെങ്കിൽ സ്പോൺസർ ചെയ്യുന്നത് പെപ്സിയാണ്. പെപ്സി അമേരിക്കൻ കമ്പനിയാണ്. സ്വാഭാവികമായിട്ട് പൊതുവായിട്ടൊരു ബന്ധങ്ങൾ വരുമെന്ന് നമുക്ക് സംശയിക്കാം. അങ്ങനെ പാകിസ്ഥാന്റെയോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും നമ്മൾ സ്പോൺസർഷിപ്പിലൊക്കെ മറ്റൊക്കെ വരുമ്പോഴത്തേക്കും അവരൊക്കെ നിലനിൽപ്പ് ഇത്തരം കോർപ്പറേറ്റ് കമ്പനികളാണ്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് കാണേണ്ടത് ബിസിനസ്സാണ്. അതിനകത്ത് ദയവ് ചെയ്ത് ഈ ഒരു രാഷ്ട്രീയമോ മതമോ അല്ലെങ്കിൽ ഇവിടെ നമുക്ക് നേരത്തെ പറയുന്നത് തന്നെ നേരവാദമോ ഒന്നും കൊണ്ടുവന്നിട്ട് കാര്യമില്ല. ഇവിടെ ബിസിനസ് നടക്കണമെങ്കിൽ ബിസിനസ്സിലൂടെയാണ് കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നത്. ഒരു രാജ്യത്തെ തന്നെ നട്ടലാകുന്നതാണ് അവിടുത്തെ ഒരു ബിസിനസ് രംഗങ്ങൾ. ഇപ്പോൾ തന്നെ മനസ്സിലാകുന്ന കാര്യങ്ങളാണ് പാകിസ്ഥാനിൽ ഇപ്പോൾ നേരിടുന്ന പ്രശ്നങ്ങൾ. അവിടെ ഇന്ത്യ മറ്റേ വെള്ളം നിർത്തിയപ്പോൾ തന്നെ അവിടെ എന്തൊക്കെ പ്രശ്നം ഉണ്ടായെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ ഒരു രാജ്യത്തിൻ്റെതാണ്. നമ്മൾ മാത്രമല്ല, നമ്മൾ ഇന്ത്യ മഹാരാജ്യത്ത് കരമടച്ച് ജീവിക്കുന്ന വ്യക്തികളാണ്. അപ്പോൾ ഈ സ്റ്റുഡിയോ എന്നത് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം അത് ഇന്ത്യക്ക് തന്നെയാണ് നേട്ടം വരുന്നത്. മാത്രല്ലേ ഇസ്രായേലിന്റെ വലങ്കൈയാണ് ഇന്ത്യ നയതന്ത്ര ബന്ധത്തിൽ. പണ്ട് ഈ അൽ ജസീറ തന്നെ റിപ്പോർട്ട് ചെയ്തൊരു റിപ്പോർട്ടിനകത്ത് ഈ ഇവിടുത്തെ ഇന്ത്യൻ മെയ്ഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ്, അതായത് ഇസ്രായേലിൽ നിന്നുള്ള ഒരുപാട് ആയുധങ്ങളുടെ പാർട്സ് ഇന്ത്യയാണ് നിർമ്മിച്ച് അയച്ചു കൊടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ജമാഅത്തേക്കാർ ഇന്ത്യ ബഹിഷ്കരിക്കണം എന്നാണ്. അത് മാത്രമല്ല, അവർക്ക് എന്തുകൊണ്ട് ഈ ഒരു ഇന്ത്യയിൽ ഇത്രയും ശക്തമായിട്ടൊരു പ്രതിഷേധം ഒരുക്കാൻ പറ്റി എന്നുകൂടെ ആലോചിക്കുക. അത്രയും സുരക്ഷിതമായ ഇടമായതുകൊണ്ടല്ലേ. തീർച്ചയായിട്ടും അതുകൂടെ മനസ്സിലാക്കേണ്ടത്. ഇതിപ്പോ പാകിസ്ഥാനിലാണെങ്കിൽ നമുക്ക് പറയാം ആളുകൾ സ്വയം സ്വന്തം ആൾക്കാർ തന്നെ പൊട്ടിത്തെറിക്കുന്ന അവസ്ഥയാണ്. ഒരു പ്രതിഷേധം സർക്കാരിനെതിരെയോ ആർമിക്കെതിരെയോ ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പൊ ഇന്ത്യയിൽ തന്നെ ഇതൊക്കെ നടത്തി പറഞ്ഞപ്പോ തന്നെ വെടിവെച്ച ആളെ കൊല്ലുന്ന. അപ്പൊ ഈ ഇന്ത്യക്ക് ഇത്രയും വലിയൊരു സ്വാതന്ത്ര്യം, അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തും ഫ്രീ ടു സ്പീച്ച് എന്നുള്ളതായിരുന്ന പോലെ തന്നെ നമുക്ക് എന്തും ചെയ്യാനുള്ളൊരു അവകാശമുണ്ട്. അത് ഇന്ത്യയിലുണ്ട്. പക്ഷെ ഇവർ ഈ കൊട പിടിക്കുന്ന അല്ലെങ്കിൽ ഇവർ ഈ മുദ്രാവാക്യം വിളിക്കുന്ന രാജ്യങ്ങളിൽ ഇതുണ്ടോ എന്ന് ആലോചിക്കുക. ഗസയിലെ അവസ്ഥയിലെ സ്ഥിതി എന്താണ്? അവിടെ നട്ടലുള്ള കുറെ പേര് ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഹമാസിന് അവിടെ ഇത്തരത്തിൽ രീതിയിൽ അവിടെ ഒരു എന്താ പറയുക ആധിപത്യം പുലർത്താൻ സാധിക്കില്ലായിരുന്നു. ഇന്ത്യയിൽ ഇതൊക്കെയുണ്ട്. ഇന്ത്യയിൽ ഇരുന്ന് ഇതൊക്കെ വിളിക്കാൻ പറ്റുകയുള്ളൂ. കാരണം ഇന്ത്യ അത്രയും സുരക്ഷിതമാണ്. ആർക്കെതിരെയും നമ്മൾ നിയമത്തിന് വേണ്ടി പറയണം. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളെ സുരക്ഷിതരാക്കുന്ന വലിയ വിഭാഗമാണ് ഇവിടെ ഉള്ളത്. അതിനകത്ത് ബിസിനസ് ഉണ്ട്, ആർമി ഉണ്ട്, നമ്മുടെ അതോറിറ്റീസ് ഉണ്ട്. ഇതെല്ലാം കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് വെറുതെ ഒന്ന് ഞങ്ങളിവിടെ ഉണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടി മാത്രം വിളിക്കാതെ ലോക കാര്യങ്ങൾ കൂടി ഒന്ന് പഠിക്കുക, അതിനുശേഷം ഇറങ്ങിത്തിരിക്കുക എന്നാണ് പറയാനുള്ളത്.